ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹിന്ദിയാണ് എങ്ങനെയാണ് പഠിക്കാറുള്ളത് എന്നാണ്. അപ്പോൾ ഇനി മറ്റന്നാൾ നമ്മുടെ ഹിന്ദി എക്സാമാണ്. ഇനി 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിച്ച് തുടങ്ങുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം പഠിക്കാതിരുന്നപ്പോൾ ചെറിയൊരു ക്ഷീണം തോന്നി. അപ്പോൾ ഞാൻ ടാങ്ക് കലക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദി മെയിനായിട്ട് പഠിക്കുക എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഫോർമാറ്റുകൾ പഠിച്ചു വയ്ക്കുക. ഫോർമാറ്റുകൾ പഠിച്ചു വെച്ചിട്ട് തന്നിരിക്കുന്ന ബോക്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് എഴുതുക. അങ്ങനെയാണ് ഞാൻ ഹിന്ദിയിൽ മാർക്ക് സ്കോർ ചെയ്യാറുള്ളത്. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് എനിക്ക് ഹിന്ദിയിൽ അത്യാവശ്യം മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 40-ൽ 30 മാർക്ക്. അപ്പോൾ ഞാൻ എവിടെയാണ് എൻ്റെ ഫോൾട്ട് പറ്റിയത് എന്ന്, മിസ്റ്റേക്ക് എവിടെയാണോ പറ്റിയത് അത് തിരിച്ചറിഞ്ഞ് നേരം പോലെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഡിസ്കോഴ്സസ് വായിക്കാൻ വേണ്ടിയിട്ട് എഴുതിയെടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് എവിടെയൊക്കെയാണ് മാർക്ക് പോയതെന്ന് അനലൈസ് ചെയ്യുകയാണ്. എന്നിട്ട് ആ ഫോർമാറ്റ് നല്ല രീതിക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. എനിക്കിപ്പോൾ ഇവിടെ പോസ്റ്ററിൽ ഉദ്ഘാടനം എഴുതാത്തതിൻ്റെ മാർക്ക് പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പഠിക്കാൻ ഇരുന്നത് ഈവനിങ് ഒരു 6 o'clock-നാണ്. എന്നിട്ട് ഒരു 8:30 ആകുമ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഒതുക്കിയിട്ട് ഞാൻ സൈലത്തിൻ്റെ ലൈവ് കാണാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇത് മാരത്തോൺ ആയിരുന്നു. അപ്പോൾ 8:30 മുതൽ ഞാൻ ആ ലൈവ് കാണാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഈ ലൈവിൽ പറയുന്നതെല്ലാം ഒരുവിധം എക്സാമിന് വരലുണ്ട്. അതുകൊണ്ട് ഞാൻ സൈലത്തിൻ്റെ ലൈവുകൾ ഞാൻ കാണലുണ്ട്. ലൈവ് കാണുന്നതിനോടൊപ്പം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ എനിക്ക് നാളെ പെട്ടെന്ന് പഠിക്കാനുള്ളത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണെന്നുള്ളൊരു ധാരണ ഉണ്ടാവും. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്തിട്ട് ക്ലാസ് ഒരു ഏകദേശം 10:30 ആകുമ്പോൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ 10:30 ആകുമ്പോൾ ഞാൻ മാർക്ക് ചെയ്തതെല്ലാം എഴുതിയെടുത്തിട്ട് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 11 മണിയാകുമ്പോഴത്തേനും ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു. കുറച്ചധികം കാര്യങ്ങൾ തന്നെ നോട്ട് ചെയ്യാനുള്ളതുകൊണ്ട് നാളത്തേക്ക് അത് സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇന്ന് തന്നെ നോട്ട് ചെയ്ത് എഴുതി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാമൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. നമ്മുടെ ചാനലിൽ ഇനിയും ഇതേപോലത്തെ സ്റ്റഡി വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.